എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാത്രി മഴ പെയ്ത് ഇതേ അന്തരീക്ഷം നല്ല തണുത്തിരിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം. ഒരുപാട് അലക്കാനുണ്ട്, ഇനി എപ്പോഴാണ് വെയിൽ വരുന്നതെന്ന് അറിയില്ല. അതിനിടയ്ക്ക് രാവിലെ എനിക്ക് പണി കിട്ടിയാണ്. ചായ വെച്ചതിന് ശേഷം ചോറ് വയ്ക്കാൻ നോക്കിയപ്പോഴാണ് ഗ്യാസ് തീർന്ന കാര്യം അറിഞ്ഞത്. ഭാഗ്യത്തിന് ചായ ഉള്ളതുകൊണ്ട് ബ്രെഡും ചായ ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രണ്ടും കൽപ്പിച്ചതേ മുറ്റത്തെ പുല്ലൊക്കെ പറിക്കാനായിട്ട് 3 ദിവസമാണ് മഴയുള്ള. അപ്പോൾ അതേ പെട്ടെന്ന് കിളിർത്ത് വന്നേക്കുന്നത് അതാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിക്കുക പോലുമില്ല. പക്ഷെ പെട്ടെന്നാണ് നമ്മൾ ഒറ്റ നോട്ടത്തിന് 2-3 ദിവസം കഴിയുമ്പോഴേക്കും നോക്കുമ്പോഴേക്കും മുറ്റത്ത് നിറയെ നിൽക്കണ കാണാം. ഈ ഒരു ഐറ്റോട്ട കീഴാർന്നില്ലേ, ഇത് വളരെ നല്ലതാണ്. തലമുടിക്ക് എണ്ണയൊക്കെ കാച്ചുമ്പോൾ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാടുണ്ട് വീടിന് ചുറ്റും ഈ സാധനം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊരു തുളസി പിടിച്ചു വന്നിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തുളസിയുടെ വിത്തും അതുപോലെ തന്നെ തുളസിയൊക്കെ കൊണ്ടുവന്ന് നട്ടിട്ടും ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. മുറ്റമൊക്കെ ക്ലീൻ ചെയ്തപ്പോഴേക്കും വിഭജനയ്ക്ക് ഗ്യാസൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തെന്ന്. അപ്പോൾ അതേ വാവയ്ക്കുള്ള കുറുക്കും അതുപോലെ തന്നെ ചോറൊക്കെ ആക്കിയിട്ടുണ്ട്. സാമ്പാർ കറി വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് അതിനിടയ്ക്ക് ഇതേ വാവ എഴുന്നേക്കണ്ടായിരുന്നു കേട്ടോ, ഇടയ്ക്കിടയ്ക്കായിട്ട്. അപ്പോൾ ഞാൻ അവളെ ഉറക്കി കിടത്തിയതിന് ശേഷമൊക്കെയാണ് വന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ വീണ തൊട്ടടുത്തുള്ള ഒരു അടിപൊളി കുടുംബശ്രീ ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അതേ അവിടെ നിന്ന് 2 പൊതിച്ചോറ് മേടിച്ചിട്ട് വന്ന് അതിനിടയ്ക്ക് ശിവനെ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടിരുന്ന് വാവതയെ ഉറങ്ങേട്ടാ. അതിനുശേഷം ഞാൻ ഒരുപാട് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. 2-3 ദിവസം കൂടുമ്പോഴാണ് ഇപ്പോൾ അലക്ക് നടക്കുന്നത്. അപ്പോൾ അതേ അലക്കാനുള്ളതൊക്കെ അലക്കിയതിന് ശേഷം വന്നപ്പോഴേക്കും ഇങ്ങനെ ഇന്ന് സംസാരിക്കണം ഒച്ച ഞാൻ കേൾക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ശിവനെയാണ് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കേട്ട പാവം. ഇനി 1.5 ആഴ്ച കറക്റ്റ് 8-9 ദിവസം കൊണ്ടുള്ള ക്ലാസ് തുറക്കാനായിട്ട്. അപ്പോൾ അതേ തനിയെ ഇരുന്ന് ഫോണൊക്കെ വിളിച്ചിട്ടൊക്കെ ഇരുന്ന് കളിക്കുകയാണ്. ഇത് ബസ്സിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം മാറി നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അതിനിടയ്ക്ക് വാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദേ ശിവനെ അടുത്ത് കൊടുത്തിട്ടാണ് വിളക്കത്തിക്കാൻ വേണ്ടി പോണത്. നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഇപ്പോൾ വിളക്കത്തിക്കുന്നത്. വിഷുവിന് ശേഷം എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം വിളക്കത്തിച്ചിട്ട് പിന്നെ കത്തിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവ ഇപ്പോൾ മുട്ടയിലഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ വേഗം പോയിട്ടാണ് വിളക്കിൽ പോയി പിടിക്കുന്നത്. അപ്പോൾ അവളുടെ കൈ പൊള്ളാതിരിക്കാനാണ് നമ്മളിപ്പോൾ വിളക്ക് കത്തിക്കാത്തത് കേട്ടോ. അപ്പോൾ അതേ വിളക്കൊക്കെ കത്തിച്ചപ്പോഴേക്കും ശിവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളക്ക് എടുത്തോളാന്ന്. പക്ഷേ എനിക്കറിയാം എന്തായാലും അവൾ എടുക്കില്ലെന്ന്. കാരണം അത്യാവശ്യം ഇത്തിരി വെയിറ്റുള്ള വിളക്കാട്ടാ. അപ്പോൾ പുള്ളിക്കാരിക്ക് പിന്നെ പേടിയുമുണ്ട്, തീ മേത്തേക്ക് വീഴോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ എടുത്തോളാം, എന്നാലും ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിക്ക് വയ്യ. അത് ഞാൻ തന്നെ വിളക്കെടുത്ത്. അന്തരീക്ഷം ഭയങ്കര ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മഴക്കോളൊക്കെ കാണുന്നുണ്ടായിരുന്നു. വാവയ്ക്ക് ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ കിടത്തി ഉറക്കിയത്. ഇനിയിപ്പോൾ രാത്രി പനിക്കുമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ നല്ല പനി എങ്ങനെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അത് ശിവനിക്കാണെങ്കിൽ ക്ലാസ് തുറക്കാറായതുകൊണ്ട് ഇനി ബുക്കുകളൊക്കെ കുറച്ച് മേടിക്കാനുണ്ട്, നോട്ട് ബുക്കുകളൊക്കെ. പിന്നെ അതേ പഴയ ബുക്കൊക്കെ എടുത്ത് ABCD 1-2 കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. ഇടയ്ക്കൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട് കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ബുക്കിൽ എഴുതണ പോലെ തന്നെ ആൾ പഠിക്കും, കളിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ കൂട്ടത്തിൽ പഠിച്ചും പോകും. പിന്നെ പഴയ LKGയിലെ ബുക്കൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ എഴുതുന്നത് പഠിക്കുക കേട്ടോ ആൾ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.